ഹലോ ഓൾ, വെൽക്കം ടു ഓഗിനോട്സ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബെഞ്ചമിൻ സെഫനായയുടെ റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ ആണ്. ഇത് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ പോയിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ വീഡിയോയിലെ സ്റ്റാൻസ വൈസ് ഓരോന്നിലെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ചൊരു ലോങ് ആയിട്ടുള്ളൊരു പോയമാണ്. കുറച്ചൊരു നല്ല ലോങ് ആണ്. ഇപ്പോൾ കുറച്ച് ഒരു പാട്ടിൻ്റെ രൂപത്തിലുള്ള ആ ഒരു രൂപത്തിൽ ഇങ്ങനെ കുറച്ച് നല്ല ലോങ് ആയിട്ടാണ്. പക്ഷേ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് കുറച്ചൊരു കോൺവെർസേഷണലായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടൂണിലാണ് ഇത് ബെഞ്ചമിൻ സെഫനായി എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ നോക്കാം. സ്റ്റാൻസ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ, മൈ ഇയേഴ്സ് ആർ ബാറ്റേർഡ് ആൻഡ് ബേൺഡ് ആൻഡ് ഐ ഹാവ് ജസ്റ്റ് ലേൺ ദാറ്റ് ഐ ഹാവ് ബീൻ ലിസണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ. My mind has been brutalized. Now the pain can't be disguised. I have been listening to the wrong radio station. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ പോയറ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയറ്റ് റോങ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ, അതായത് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ മിസ് ഇൻഫോർമേഷനാണ് കേൾക്കുന്നത്. ഇവിടെ റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മെറ്റഫർ, അതൊരു മെറ്റഫറായിട്ട് കാണാൻ പറ്റിയത്. ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻ ഉദ്ദേശിക്കുന്ന മൂപ്പര് ചിലപ്പോൾ ആക്ച്വലായിട്ടുള്ള ഒരു മീഡിയനായിരിക്കാം, അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനായിരിക്കാം, അതേപോലെ തന്നെ ഗവൺമെൻറ് ആയിരിക്കാം. എന്താണ് നമ്മളെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടന്മാരാക്കുന്ന പോലെ നമ്മൾക്ക് ഓരോന്ന് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന കാര്യം, അതിനെയൊക്കെ ഇവിടെ ഒരു മെറ്റഫറായി കാണുന്ന രീതിക്കാണ് ഇവിടെ റോങ് റേഡിയോ സ്റ്റേഷൻ അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷനിൽ ഇവിടെ ബെഞ്ചമിൻ സെഫനായി ഉദ്ദേശിക്കുന്നത്. മൈ ഇയേഴ്സ് ആർ ബാറ്റേർഡ് ആൻഡ് ബേൺഡ്. ഇവിടെ ബാറ്റേർഡ് ആൻഡ് ബേൺഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇതാണ്, ഫ്രേസാണ്. അത് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി അബ്യൂസ്ഡ് ഓർ ഇമോഷണലി ഡാമേജ്. അതായത് ആ ഒരു ഇതിങ്ങനെ കേട്ട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി, അല്ലെങ്കിൽ ആ ഒരു കേട്ട് ഒരു മടുപ്പ് പോലെ വന്ന് ഇതിങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ട്, ആ മിസ്ഇൻഫോർമേഷനൊക്കെ കേട്ട്, ഈ ഒരു റേഡിയോ സ്റ്റേഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മിസ്ഇൻഫോർമേഷൻ എൻ്റെ ചെവി ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇമോഷണലി എക്സോസ്റ്റഡ് ആയി, ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി എക്സോസ്റ്റഡ് അല്ല, ഇതിങ്ങനെ കേട്ട് എൻ്റെ മനസ്സിങ്ങനെ ഒരു നബ്നെസ്സിലേക്ക് വന്ന്, അല്ലെങ്കിൽ എൻ്റെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത, ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ. ഐ ഹാവ് ജസ്റ്റ് ലേൺ ദാറ്റ് ഐ ഹാവ് ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുകയാണ്, ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കേൾക്കുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ റേഡിയോ സ്റ്റേഷനിലൂടെയായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ കേട്ടിരുന്നത്. മൈ മൈൻഡ് ഹാസ് ബീൻ ബ്രൂട്ടലൈസ്ഡ് നൗ ദ പെയിൻ കാൺ ബി ഡിസ്കൈസ്ഡ്. അതായത് എൻ്റെ മൈൻഡ് സ്പോയിലായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ബ്രൂട്ടലൈസ്ഡ് ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമായിപ്പോയി. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കുട്ടികളെങ്ങനെ തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ചെറിയ കുട്ടികളെങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യുന്നതാണ്. അതായത് അവർ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ തന്നെ അവർ വളരുന്ന പ്രായം മുതലേ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഒരു ഐഡിയോളജീസൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കില്ല. അതിപ്പോൾ അവർ എന്താണോ ഇവർ ഒരു പവറുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന അതാണ് ശരി എന്നുള്ള കാര്യത്തിലേക്ക് പോകും. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ, പെയിൻ കാൺ ബി ഡിസ്കൈസ് എന്ന് പറഞ്ഞാൽ ഇതിനി മാറ്റാൻ കഴിയില്ല എന്നുള്ള രീതിക്ക്, അതായത് ഈ ഒരു കേട്ടതൊക്കെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റാൻ കഴിയില്ല എന്നുള്ള രീതിക്ക്. പിന്നെയും അത് ഐ ബീൻ ലിസണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ. ഇവിടെ ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു റിപ്പീറ്റേഷൻ ഒരുപാട് തവണ, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിങ്ങനെ കേട്ടതൊക്കെ അത് തെറ്റായ രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളായിരുന്നു, മിസ്ഇൻഫോർമേഷൻ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ നോക്കുകയാണെങ്കിൽ, ഐ വാസ് ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് ഓൾ ബ്ലാക്ക് മെൻ വർ ബാഡ് മെൻ ആൻഡ് വൈറ്റ് വുഡ് റെയിൻ അഗെയിൻ. അതായത് ബ്ലാക്ക് ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരാന്നുള്ള രീതിക്ക്, അതായത് ഇവിടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്നാണ്. അതായത് ഈ ഒരു യൂറോപ്പിലും അങ്ങനത്തെ ഒരു കൺട്രീസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസസ് ഒക്കെ കൂടുതലായിട്ടുള്ള കൺട്രീസാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേസസൊക്കെ ജനറലൈസ് ചെയ്യുന്ന പോലെ ബ്ലാക്കൊക്കെ മോശമായിട്ടുള്ള, അവരൊക്കെ ക്രിമിനൽസ് എന്നുള്ള രീതിക്കും, ബ്ലാക്കൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരെന്ന രീതിക്കും, അതേപോലെ തന്നെ വൈറ്റ് റെയിൻ അഗെയിൻ, അതായത് അവർ പിന്നെയും നന്നായി കൊണ്ട് നിൽക്കുകയാണ്. കാരണം വൈറ്റ്സ് ആണ് പണ്ട് കാലമൊക്കെ കോളനൈസ് ചെയ്തതും അവർ ഭരിച്ചതും ഡോമിനേറ്റ് ചെയ്തതൊക്കെ, അവർ പിന്നെയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിക്ക്. ഐ വാസ് ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് ഐ വാസ് എ മൈൻഡ്ലെസ് ഡ്രഗ് ഫ്രീക്ക് ദാറ്റ് കുഡിൻ കൺട്രോൾ മൈ സാനിറ്റി ഓർ മൈ സെക്ഷുവാലിറ്റി. അതായത് ഇവിടെ പോയറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു
ആഫ്രിക്കൻ ഡിസെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ പോയറ്റിന് തന്നെ സ്വന്തമായിട്ട് ഒരു കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം സ്വന്തമായിട്ട് ഒരു ഡ്രഗ്സ് ഫ്രീക്കാണെന്നുള്ള ഫ്രീക്ക് ഒരു ഭ്രാന്തനെ പോലെ ആയിട്ട് എന്നുള്ള രീതിക്ക് പോയറ്റിന് തന്നെ സ്വന്തമായിട്ട് തോന്നുകയാണ്. ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഒരു സെൽഫ് ഹൈറ്റിലേക്കുള്ള രീതിക്ക് പോവുകയാണ്. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ പോലെ വരികയാണ്. അതേപോലെ തന്നെ കുഡിൻ കൺട്രോൾ മൈ സാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ ഈ ഒരു സെൽഫ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആ ഒരു ഇതുണ്ടാവില്ല മെൻ്റൽ ഹെൽത്തൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയൊക്കെ വരിക. അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി, അതായത് ഇവർ കൂടുതലായിട്ട് റേപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള രീതിക്ക് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന രീതിക്ക് ഇവരിങ്ങനെ പറഞ്ഞ് ഇവരെ ആ ഒരു മോശക്കാരാക്കിയ രീതിക്ക് ഇവർക്ക് സെൽഫ് ഡൗട്ട് തോന്നാണ്. അതിപ്പോൾ നമ്മളെ ഒരു കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് നമ്മളെ തന്നെ ആൾക്കാർ ഇതിപ്പോൾ നമ്മളെ കൾച്ചറൊക്കെ മോശമാണെന്നുള്ള രീതിക്ക് നമ്മൾ തന്നെ അത് വിശ്വസിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളെ കൾച്ചർ മോശമാണോ, ഇതിപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിലുണ്ട്. കാരണം നമ്മളെ യൂറോപ്യൻസ് ആണ് കുറച്ചും കൂടി നല്ല കൾച്ചറിൽ എന്നുള്ള രീതിക്കൊക്കെ നമ്മളെ കൾച്ചറൊക്കെ മോശമാണെന്നുള്ള രീതിക്ക്. അതേപോലെ ഇവിടെ പോയറ്റിന് തോന്നാണ് കൾച്ചറൊക്കെ സ്വന്തമായിട്ടുള്ള ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള ആളാണെന്നുള്ള രീതിക്കൊക്കെ. ഐ വാസ് ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് ഐ കുഡ് നോട്ട് ബിലീവ് ഇൻ നത്തിങ് എക്സെപ്റ്റ് നത്തിങ്. And all I ever wanted to do was to get to you and to do you. I've been listening to the wrong radio station. അതായത് ഈ ഒരു പോയിറ്റ് ഇവിടെ തിങ്ക് ചെയ്യാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കുഡ് നോട്ട് ബിലീവ് ഇൻ നത്തിങ് എക്സെപ്റ്റ് നത്തിങ്. അതായത് പോയിറ്റിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാനോ എന്തും ആലോചിക്കാനോ എന്തെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്നും പറ്റുന്നില്ല. എക്സെപ്റ്റ് നത്തിങ്, അതായത് ഒന്നുമില്ലാത്ത ഒരു നംനെസ്, മൈൻഡ് ഒരു നംനെസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടയായ അവസ്ഥയിലേക്ക് പോയിറ്റിൻ്റെ വരാണ്. അതായത് പോയിറ്റ് ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിൽ ഒരു ബ്രോയിലർ കോയുമായി അവരെ ഇങ്ങനെ ഒരു മെഷീൻ മാതിരി അങ്ങനെ അവരെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ മിസ് ഇൻഫോർമേഷൻ നൽകി അവരെ ആ ഒരു മാറ്റിയിരിക്കുകയാണ്. ആൻഡ് ഓൾ ഐ എവർ വാണ്ടഡ് ടു ഡു വാസ് ടു ഗെറ്റ് ടു യു ആൻഡ് ടു ഡു യു. അത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബ്ലാക്ക് മെന്നിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വുമൻസിനെ കാണുകയും അവരോട് ഇത് മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുന്ന രീതിക്ക് അങ്ങനത്തെ രീതിക്കൊക്കെ കാണണം എന്നുള്ളത് ആ ഒരു പോയിറ്റിന് തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ വരികയാണ്. അതായത് പോയിറ്റ് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പോയിറ്റിന് തന്നെ തോന്നുന്നത്. പിന്നെ അടുത്ത ലൈനിൽ ഐ ബിൻ ലിസ്ണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. ഇവിടെ പിന്നെയും ഐ ബിൻ ലിസ്ണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പിന്നെയും വന്നിട്ടുണ്ട്. ഇത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു മെറ്റഫറാണ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ആവാം, എഡ്യൂക്കേഷൻ സിസ്റ്റം ആവാം, അതുപോലെ തന്നെ എന്തോ ആവാം. ഇതിപ്പോൾ നമ്മളോട് ഒരു ഐഡിയോളജീസ്, ഇതിപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഗവൺമെൻറ്റൊക്കെ നമ്മളോട് പറയുന്നില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ മോശമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ ഒരു മെറ്റഫറായിട്ട് കാണുന്ന രീതിക്ക് വേണമെങ്കിലും ആവാം. And third stanza വരാം. The future has been blighted. I am so short-sighted. I've been listening to the wrong radio station. I was beginning to not to trust me. In fact, I wanted to arrest me. I've been listening to the wrong radio station. അതായത് ഫ്യൂച്ചർ ഹാസ് ബീൻ ബ്ലൈറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്പോയിൽ ആയിപ്പോയി. ഫ്യൂച്ചറൊക്കെ മോശമായിട്ടുള്ള രീതിക്ക്, അതായത് ഫ്യൂച്ചറിനെ മൂപ്പർക്ക് ഒരു ഇല്ലാത്ത രീതിക്കായിപ്പോയി. ഐ എം സോ ഷോർട്ട് സൈറ്റഡ്. അതായത് ഷോർട്ട് സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ദൂരക്കാഴ്ചയില്ലാത്ത നല്ലൊരു വ്യൂ പോയിന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഷോർട്ട് സൈറ്റഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൂരെ കാണാത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ കാണാത്ത ആൾക്കാർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫ്യൂച്ചറിനെ കാണാത്ത അത്രയും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂച്ചറിനെ പറ്റി നല്ലൊരു ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഒരു ആളല്ലാതായി എന്ന് പറയുന്നത്. ഫ്യൂച്ചറൊക്കെ സ്പോയിലായിപ്പോയി എന്നുള്ള രീതിക്കാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഐ ബിൻ ലിസ്ണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പിന്നെ ആ ലൈൻസ് വരാണ്. പിന്നെ ഐ വാസ് ബിഗിനിങ് ടു നോട്ട് ടു ട്രസ്റ്റ് മീ. ഇൻഫാക്ട് ഐ വാണ്ടഡ് ടു അറസ്റ്റ് മീ. അതായത് ഇവിടെ പോയിട്ടിന് തന്നെ ഒരു സെൽഫ് ഡൗട്ടും സെൽഫ് ഹൈറ്റൊക്കെ വന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഇന്നെ തന്നെ വിശ്വാസമില്ല അല്ലെങ്കിൽ പോയിട്ടിന് സ്വന്തമായിട്ട് തന്നെ വിശ്വാസമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരാണ്. ഐ വോണ്ട് ടു അറസ്റ്റ് മീ. അതായത് പോയിട്ടിന് തന്നെ സ്വന്തമായിട്ട് അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിക്ക്, പോയിട്ടിന് തന്നെ സ്വന്തമായിട്ട് പണിഷ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത ലൈൻ വരുന്നത് ഐ ബിൻ ലിസ്ണിങ് ടു ദ റോങ് റേഡിയോ സ്റ്റേഷൻ. ഇവിടെ ഞാൻ പറഞ്ഞു പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ബിൻ ഡാൻസിങ് ടു മ്യൂസിക് ദാറ്റ് ഐ ക്യാൻ സ്റ്റാൻഡ്. ഐ ബിൻ റിസൈറ്റിംഗ് കൊമേഴ്ഷ്യൽസ് ടു മൈ ഗേൾ ഫ്രണ്ട്സ്. ഐ ബിൻ ട്രൈയിങ് ടു കൺവിൻസ് മൈസെൽഫ് ദാറ്റ് വാട്ട് ഐ റിയലി നീഡ് ഈസ് sunbed and a mortgage and some hairspray and a kind of hairspray that will wash my grey blue eyes. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐ ബിൻ ഡാൻസിങ് ടു ദ മ്യൂസിക് ദാറ്റ് ഐ ക്യാൻ സ്റ്റാൻഡ്. അതായത് പോയറ്റ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു
ഒരു ആക്ട് ചെയ്യുക, ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്യുന്ന പോലെ പോയറ്റിൻ്റെ ഇഷ്ടമില്ലാത്ത മ്യൂസിക്കിലൊക്കെ പോയറ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് പോയറ്റ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ഫേസ് വെച്ച പോലെ പോയറ്റിൻ്റെ ഒരു ആക്ച്വൽ താല്പര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പോയറ്റ് എന്താണോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മീഡിയക്കാർ എന്താണോ പറയുന്നത്, അതായത് ഇങ്ങനത്തെ മ്യൂസിക്കൊക്കെയാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽസിലൊക്കെയാണ് കേൾക്കേണ്ടത് എന്നുള്ള രീതിക്ക് ആ ഒരു മ്യൂസിക്കൊക്കെ അവിടെ ഇവിടെ ആക്ട് ചെയ്യാണ് പോയറ്റിൻ്റെ ആ ഒരു ഡബിൾ ഫേസ് പോലെ അല്ലെങ്കിൽ ആ ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്യുന്ന പോലെ. ചില സ്ഥലത്ത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ള, അതേപോലെ ഇവിടെ പോയിട്ട് ഒരു ആക്ട് ചെയ്യാണ്. സ്വന്തമായിട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണിന് പകരം ഒരു ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ഇങ്ങനെ കാണിക്കുകയാണ്, ഒരു ഒറിജിനൽ അല്ലാത്ത രീതിക്ക്. ഐ ബീൻ റിസൈറ്റിംഗ് കൊമേഴ്ഷ്യൽസ് ടു മൈ ഗേൾ ഫ്രണ്ട്സ്. അതായത് കൊമേഴ്ഷ്യൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ പരസ്യങ്ങളൊക്കെ നമ്മൾക്കിപ്പം പരസ്യങ്ങളൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ അതൊക്കെ ഗേൾ ഫ്രണ്ട്സിനോട് പറയുന്ന രീതിക്ക്, അതായത് പരസ്യങ്ങളിലുള്ളതൊക്കെ ശരി അല്ലെങ്കിൽ പരസ്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പരസ്യങ്ങളൊക്കെ ആണ്, അതിലൊക്കെ നല്ല നല്ല നടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു നടന്മാരും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അല്ലെങ്കിൽ അതിൽ ഡയലോഗ്സൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഈ ഒരു കൊമേഴ്ഷ്യൽ സീൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ലൈൻസിൽ വരുന്നത് മെയിനായിട്ട് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ അല്ലെങ്കിൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന സംഭവത്തിനെയൊക്കെ അല്ലെങ്കിൽ കൺസ്യൂമർ കൾച്ചറിനെ ഒരു എടുത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ലൈൻസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഐ ബീൻ ട്രൈങ് ടു കൺവിൻസ് മൈ സെൽഫ് what I really need is a sunbed and a mortgage and some hairspray. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിന് വേണ്ടത് സൺബെഡും ഒരു മോർട്ട്ഗേജ് അല്ലെങ്കിൽ സം ഹെയർ സ്പ്രേ. അതായത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, വെസ്റ്റേൺ അവിടെ ഐഡിയലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അവിടെ മിസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ കൊടുത്തിട്ട് അവരെങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയറ്റിന് തന്നെ സ്വന്തമായിട്ട് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കിത് ഞാൻ നന്നായിട്ട് വരില്ല. അതിപ്പോൾ നമ്മളിപ്പോഴും മൈൻഡിലുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഐഫോൺ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഐഫോൺ എടുത്തില്ലേ നമുക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി വരും. അതേപോലെയാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ദ കൈൻഡ് ഓഫ് ഹെയർ സ്പ്രേ ദാറ്റ് വിൽ വാഷ് മൈ ഗ്രേ ബ്ലൂ ഐസ്. അതായത് പോയറ്റിൻ്റെ ആക്ച്വൽ ഹെയർ കളർ മാറ്റി പുതിയ ഹെയർ കളറാക്കി. അതെന്ന് വെച്ചാൽ പോയറ്റിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പോയറ്റിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള അവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി ഒരു പുതിയൊരു അവിടുത്തെ അതനുസരിച്ചിട്ട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കാര്യം ജെന്യൂൻ പേഴ്സണിൽ നിന്ന് മാറിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു അവിടെ ഡ്രാമയിൽ അഭിനയിക്കുന്ന പോലെ ആയിപ്പോയി എന്നുള്ള രീതിക്കാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. അടുത്ത സ്റ്റാൻസ് വരുന്നത് ഐ ബീൻ ട്രൈങ് ടു കൺവിൻസ് മൈസെൽഫ് ദാറ്റ് ഐ കുഡ് ഏസ് മൈ കോൺഷ്യൻസ് ഇഫ് ഐ ഗേവ് എ few cents to a starving baby in Africa, because African babies need my favors, because Africa is full of dictators and globalization will bring salvation. I've been listening to the wrong radio station. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് പൈസ ഒക്കെ ചില ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 റുപ്യ അല്ലെങ്കിൽ 2 റുപ്യ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരാൾ വന്നപ്പോൾ നമ്മളിത് പൈസ കൊടുത്ത് ഒരു 2 റുപ്യൊക്കെ കൊടുക്കും. പക്ഷേ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ അത് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പൈസ ഒക്കെ കൊടുത്തല്ലോ, നമ്മൾ ഭയങ്കര സഹായ മനസ്കനായിട്ടുള്ള ആളാണെന്നുള്ള രീതിക്ക് ഓരോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ അവർക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പും ആയിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കടലിൽ കുറച്ചൊരു വെള്ളത്തുള്ളി ഇട്ടുന്ന പോലെ കുറച്ചൊരു അറിയാത്ത പോലെ ആയിരിക്കും. അതേപോലെയാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ബേബീസിന് വേണ്ടി കുറച്ചൊരു ഫ്യൂ പെൻസ് അല്ലെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ ആക്ച്വൽ റൂട്ട് കോസ് നോക്കാതെ അല്ലെങ്കിൽ അവരെ ആക്ച്വൽ പ്രശ്നം, അതായത് അവരെ ആക്ച്വൽ പ്രശ്നം ഇതിലും വലിയ പ്രശ്നമായിരിക്കും. ഈ ഒരു ഫ്യൂ പെൻസ് ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ട് കാര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്യൂ പെൻസ് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ടൊന്നും അവരെ പ്രശ്നം മാറുന്നില്ല. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വേറെ കുറച്ച് റൂട്ട് കോസ് ഒക്കെ ഉണ്ട്, അതാണ് ശരിക്കും മാറ്റേണ്ടത്. പക്ഷെ ഇവിടെ പോയറ്റിൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ലതാവും എന്നുള്ള രീതിക്ക്, പോയറ്റ് വലിയ മനസ്സുള്ള ആളാവും എന്നുള്ള രീതിക്ക് അങ്ങനെ
അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റോങ് റേഡിയോ സ്റ്റേഷനൊക്കെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആഫ്രിക്കയിലുള്ളവരൊക്കെ ഭയങ്കര ഡിക്റ്റേറ്റേഴ്സ് ആണ്, അവിടെ ഉള്ളവരൊക്കെ മോശമാണെന്നുള്ള രീതിക്കൊക്കെ ഇവിടെ കാണിക്കുന്നത്. ആഫ്രിക്ക ഈസ് ഫുൾ ഓഫ് ഡിക്റ്റേറ്റേഴ്സ്, അതായത് ആഫ്രിക്കയിലൊക്കെ ഫുൾ ഡിക്റ്റേറ്റേഴ്സ് ആണ്, ഇതൊക്കെയാണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ മീഡിയ നമ്മളോട് പറയാണ് അപ്പുറത്തുള്ള രാജ്യങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര മോശമാണ്, എല്ലാവരും ഭയങ്കരക്ക് മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലും അത് വരും. അതേപോലെയാണ് ഇവിടെ പോയിറ്റിൻ്റെ മനസ്സിൽ വരുന്നത്. അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ വിൽ ബ്രിങ് സാൽവേഷൻ, അതായത് ഗ്ലോബലൈസേഷൻ ഒരു സൊല്യൂഷൻ പോലെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് യൂറോപ്പിലുള്ള ആൾക്കാരും മീഡിയയിലുള്ള ആൾക്കാരൊക്കെ പറയാണ് ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഇതൊക്കെ വരും, എല്ലായിടത്തും ഡെവലപ്മെൻ്റ് ഒക്കെ വരും. പക്ഷേ ആ ഗ്ലോബലൈസേഷനൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ വരുന്നതുകൊണ്ട് ചെറിയ കടക്കാർക്കും ചെറിയ ഇതക്കാർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അവർക്കൊരു പൈസ ഇല്ലാത്ത രീതി, അല്ലെങ്കിൽ അവർ ചെറിയ കടകളൊന്നും ഇല്ലാത്ത രീതിക്കാർ വരും. വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ മാത്രം ആയിട്ട് മാറിപ്പോകും. അതേപോലെ തന്നെ അടുത്ത ലൈൻസ് വരുന്ന ഐ ബീൻ ലിസ്ണിംഗ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ, ഈ ഒരു ലൈൻസ് പിന്നെയും വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള രീതിക്കാണ് ആ ഒരു ലൈൻസ് വരുന്നത്. ആ ഒരു റോങ് റേഡിയോ സ്റ്റേഷൻ ഇങ്ങനെ കേട്ട് ഇതായുണ്ട്. റേഡിയോ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റഫറാണ്. അതിപ്പോൾ ആ ഒരു മീഡിയ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം. അടുത്ത ലൈൻസ് വരുന്നത് ഐ തോട്ട് മൈ നെയ്ബേഴ്സ് ഫോംഡ് an axis of evil, I wanna go kill people, I've been listening to wrong radio station. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നെയ്ബേഴ്സ് ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള രീതിക്ക് ഇവിടെ മീഡിയ കാണിക്കുന്നതാണ്. അതായത് നെയ്ബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നെയ്ബറിങ് കൺട്രി ആയിരിക്കും. അപ്പോൾ നെയ്ബറിങ് കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ നമ്മളെപ്പോഴും അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെപ്പോൾ നമ്മളെ കൊല്ലാൻ നടക്കുകയാണ്, അവരെപ്പോഴും നമ്മളെ ഉള്ളിൽ ദേഷ്യത്തോടെ, ചിലപ്പോൾ അവർ കൊല്ലാനും നടക്കുകയല്ല, അവർ ചിലപ്പോൾ സ്നേഹമുള്ള ആളായിരിക്കും. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് നമ്മളെ മൈൻഡിൽ അതൊരു ഇതായിട്ട് മാറും. അവരെ നമ്മളെ കൊല്ലാൻ നടക്കാന്നല്ല. അപ്പോൾ നമുക്കും അവരെ കൊല്ലണം എന്നുള്ള രീതിക്ക് ഐ വോണ്ട് ഗോ കിൽ പീപ്പിൾ, ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് കേട്ടതായപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിക്കായി എന്നുള്ള രീതിക്ക്, അതായത് എനിക്കും അങ്ങനെ കൊല്ലണം എന്നുള്ള രീതിക്കുള്ള മൈൻഡ് സെറ്റ്. അതായത് ഇവിടെ അതേപോലെ തന്നെ വയലൻസ് ഒക്കെ നോർമലൈസ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു മീഡിയ ഒക്കെ കാണിക്കുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ഐ എം ഷുവർ ഐ ഡിഡ്ന്റ് ഇൻഹെയിൽ, സോ വൈ ഇസ് മൈ മൈൻഡ് ഗോയിങ് സ്റ്റേൽ, ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. അത് ഇവിടെ ഐ എം ഷുവർ ഐ ഡിഡ്ന്റ് ഇൻഹെയിൽ എന്ന് പറയുന്നത് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊന്നും ഡ്രഗ്സും അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ മരിവാന ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരു പൊട്ടായിട്ടുള്ള ഒരു നം സ്റ്റേറ്റിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റിലേക്ക് മാറിപ്പോകുന്നുള്ള രീതിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും വലിച്ചതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു ഡ്രഗൊന്നും എടുത്തത് കൊണ്ടല്ല. ഇതിപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ കേട്ട് ഈ ഒരു പോയിറ്റിൻ്റെ മൈൻഡ് അങ്ങനെ ആയിപ്പോയെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അടുത്ത പറയുന്നത് ഐ ആം ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ് ആൻഡ് ക്രിസ്ത്യൻ ടെററിസ്റ്റ് ദേ തിങ്ക് ദേ എക്സിസ്റ്റഡ്. ഐ റിയലി ഡിഡ്ന്റ് ബിലീവ് ടെററിസം കുഡ് ബി done by governments, not our governments, not white governments. I just could not see what was wrong with me. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോയറ്റിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിനെയൊക്കെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് 9/11 ഇൻസിഡൻറ്റ് ശേഷം മുസ്ലിംസിനൊക്കെ ഭയങ്കര ഇസ്ലാമോഫോബിയ വരികയും മുസ്ലിംസൊക്കെ ടെററിസ്റ്റ് ആണെന്നുള്ള രീതിക്ക് ആ ഒരു മീഡിയ കാണിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി. അതേപോലെ പോയറ്റിനും ഇവിടെ വരാൻ തുടങ്ങി. ഐ വാസ് ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ്, എല്ലാ മുസ്ലിംസും തീവ്രവാദികളാണെന്നുള്ള രീതിക്ക് മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ടെററിസ്റ്റ് തിങ്ക് ദേ എക്സിസ്റ്റഡ്, അതായത് ക്രിസ്ത്യൻസ് ഒന്നും ടെററിസ്റ്റ് ആണെന്നുള്ള രീതിക്ക് ആരും പറയുന്നില്ല. കാരണം മുസ്ലിംസ് മാത്രമാണ് ടെററിസ്റ്റ് എന്നുള്ള രീതിക്ക്, അതായത് ഈ ക്രിസ്ത്യൻസുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വേറെ മതങ്ങളുള്ള ആൾക്കാരോ ഒന്നും ടെററിസം ചെയ്യില്ല, ഇവരെ മുസ്ലിംസ് മാത്രം എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് ജനറലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഐ റിയലി ഡിഡ് നോട്ട് ബിലീവ് ദാറ്റ് ടെററിസം couldn't be done by governments. അതായത് ഇവിടെ ഗവൺമെൻറ് ടെററിസം ചെയ്യില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോയിട്ട് വരുന്നത്. അതായത് പറയുമ്പോൾ അത് ഗവൺമെൻറ് അങ്ങനെ പഠിപ്പിക്കുകയാണ്, ഗവൺമെൻറ് അങ്ങനെ ഒന്നും ചെയ്യില്ല, ഗവൺമെൻറ് ടെററിസം ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിക്ക്. പക്ഷേ ആക്ച്വലി ഗവൺമെൻറ്റും വേണമെങ്കിൽ ടെററിസം ചെയ്യാണ്, ഗവൺമെൻറ്റും മറ്റ് വേറെ രാജ്യങ്ങളെ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അമേരിക്കയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കൺട്രീസ് ആണെങ്കിൽ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പോയിറ്റിൻ്റെ മനസ്സിൽ. പക്ഷേ അതെന്തുകൊണ്ടാണ് അത് ആ ഒരു റേഡിയോ സ്റ്റേഷൻ അല്ലെങ്കിൽ മീഡിയ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്.
നോട്ട് അവർ ഗവൺമെൻറ്, നോട്ട് വൈറ്റ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഗവൺമെൻറ്റ്സിനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് പോയറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഐ ജസ്റ്റ് കുഡ് നോട്ട് സീ വാട്ട് വാസ് റോങ് വിത്ത് മീ. എനിക്കെന്താണ് പറ്റിയത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോയറ്റിന് പറ്റിയില്ല, അല്ലെങ്കിൽ പോയറ്റിന് കുറേ കാലം അത് തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ റിയലൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പോയറ്റ് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഐ ഗേവ് ഹംഗ്രി പീപ്പിൾ ഹാംബർഗേഴ്സ്. യു സി ഐ വാസ് ബിഗിനിങ് ടു ബിലീവ് ദാറ്റ് അവർ ചിൽഡ്രൻ were better than their children. Their children would die from terrorism, but I couldn't hear their children call. And a child from Palestine simply didn't count at all. What despair. No children, I am not aware. I've been listening to the wrong radio station. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു കൺസെപ്റ്റ് അതേഴ്സ് എന്നുള്ള കൺസെപ്റ്റിലാക്കി മാറ്റുകയാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺട്രീസിലുള്ള മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയുള്ള കൺട്രീസിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഐ ഗേവ് ഹംഗ്രി പീപ്പിൾ ഹാംബർഗേഴ്സ് യു സി. അതായത് ബാക്കിയുള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ചില്ലറ പൈസ ഒക്കെ ഇട്ടിട്ട് ഒരാൾക്ക് ശരിയായിക്കോളൂ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ കൺസെപ്റ്റ് വരുന്നത്. അതായത് മീഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ബാക്കിയുള്ള നമ്മളെ ചിൽഡ്രനൊക്കെ അടിപൊളിയാണ്, നമ്മളെ ചിൽഡ്രനൊക്കെ നല്ല തന്നെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ പട്ടിണിയൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെയാണ് പട്ടിണിയൊക്കെ ഉള്ളത്, അവിടെ ടെററിസ്റ്റ് ആയിക്കോട്ടെ, അവിടുത്തെ കുട്ടികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചൈൽഡ് ഫ്രം പലസ്തീൻ സിംപ്ലി ഡിഡിൻ കണ്ടിട്ടാണ് അവിടുത്തെ കുട്ടികളൊന്നും, പലസ്തീനിലുള്ള കുട്ടികളൊന്നും അവിടെ കൗണ്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഒരു നോക്കേണ്ട ആവശ്യമില്ല, അവർ വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ എന്ത് പറയുന്നത് റേഡിയോ സ്റ്റേഷൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ആ ഒരു റേഡിയോ സ്റ്റേഷൻ പറയുന്നതെന്നൊക്കെയാണ് പോയിട്ട് പറയുന്നത്. അതായത് നോ ചിൽഡ്രൻ ഐ വാസ് നോട്ട് അവെയർ. അതായത് ഇവിടെ പോയിട്ട് ഒരു ഇഗ്നോറൻസ് സ്റ്റേറ്റിലാണ്. അതായത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നടക്കുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാണ് പോയിട്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ For years, I've been sedated. Now I think I'm educated. I've been listening to the wrong radio station, and every time I got ill, I took same a little white pill. I've been listening to the wrong radio station. അതായത് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് കുറേ വർഷങ്ങളെ ഞാനിങ്ങനെ for years I've been sedated എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ചില മോഫിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മയങ്ങാൻ വേണ്ടിയിട്ട്, സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കും. അതേപോലെ ഇവിടെ പോയിട്ടിന് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലെ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ചില സിനിമയൊക്കെ കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ ഇങ്ങനെ ഒരു മരുന്ന് കൊടുക്കും, ഒരു ഭ്രാന്തന്മാരാവാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കും. അതൊരു ഇതാണ്, ചില സിനിമകളൊക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭ്രാന്തന്മാരാവാനും ഓരിങ്ങനെ അതേപോലെ പഠിപ്പിച്ചു കൊടുക്കാനാണ്. പക്ഷേ നമുക്ക് അത് മനസ്സിലാവില്ല, ആ ഒരു എടുക്കുന്ന ആൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ അതേപോലെ ഇവിടെ പോയറ്റിന് മീഡിയാസും ഇതൊക്കെ ഇങ്ങനെ സെഡേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ മിസ്ഇൻഫോർമേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ മയക്കാണ്. അപ്പോൾ പോയിറ്റിന് ഇവിടെ തോന്നുകയാണ് നൗ ഐ തിങ്ക് ഐ എം എഡ്യൂക്കേറ്റഡ്. അപ്പോൾ പോയിറ്റിന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ അത് ആക്ച്വൽ വിദ്യാഭ്യാസം അല്ല എന്ന് പോയിറ്റിന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ, ഇതൊക്കെ കൊണ്ടത് ഐ ബീൻ റോങ് റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്നതുകൊണ്ടാണ്. ഇവിടെ കുറേ ലൈൻസിൽ ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എവറി ടൈം ഐ ഗോട്ട് ഇൽ ഐ ടുക്ക് സെയിം ലിറ്റിൽ വൈറ്റ് പിൽ ഐ ബിൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. അതായത് എല്ലാ പ്രാവശ്യം എനിക്ക് ഒരു അസുഖം വരുമ്പോൾ ഞാനൊരു ചെറിയ ആ ഒരു വൈറ്റ് പിൽ കുടിക്കുകയാണ് ചെയ്യുക. അതായത് ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ കൺസ്യൂമറിസത്തിനെ കുറിച്ചൊക്കെ പറയാണ്. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കൺട്രീസിലൊക്കെ ചെറിയൊരു ഇത് വരുമ്പോഴും ആ ഒരു വൈറ്റ് പില്ല് കൊടുത്തിട്ട് അതൊരു പ്രശ്നം മാറിക്കോളൂ എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. ആ ഫാർമസ്യൂട്ടിക്കലായിട്ടുള്ള അതിനൊക്കെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ആ ഒരു കൺട്രീസിനൊക്കെ ആ ഒരു കൺട്രീസിൻ്റെ രീതികളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഐ വാസ് ക്യൂരിയസ് ബട്ട് ദെൻ ഇറ്റ് ഗോട്ട് സോ സീരിയസ്. ഇറ്റ് വാസ് cool when it began, but now I'm really hate Iran, and look at me now. I want to make friend with Pakistan. I want to bomb Afghanistan, and I need someone to tell me where the hell is Kurdistan. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിറ്റിന് ഇതൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഓറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ക്യൂരിയസ് ആയിട്ടും കുറച്ച് ഇതൊക്കെ ആയിട്ടും, പക്ഷേ പോയിട്ടിന് അത് പിന്നീടാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതായത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറാണെന്നുള്ള രീതിക്ക് ആദ്യം നമ്മൾ ഇറ്റ് വാസ് കൂൾ വെൻ ഇറ്റ് ബിഗിൻ തുടങ്ങിയപ്പോൾ അതൊരു കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ആയിട്ട് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വാർ നടക്കുന്നു, ഇപ്പുറത്ത് ബോംബ് ഇടുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ.
പക്ഷെ നമുക്കത് പിന്നീട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം നമുക്ക് പിന്നീടാണ് മനസ്സിലാവും. ബട്ട് നൗ ഐ റിയലി ഹെയ്റ്റ് ഇറാൻ. അതായത് അവിടെ പോയിട്ട് ഇറാനോട് ഒരു ദേഷ്യം പോലെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അതേഴ്സ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്, അതായത് നമുക്കിപ്പോൾ ചില കൺട്രീസിനോടൊക്കെ ഒരു ദേഷ്യം പോലെ വരുന്നില്ല, അതേപോലെ ഇവിടെ പോയിട്ടുണ്ട് ഇറാനോട് ദേഷ്യം തോന്നുകയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ആൾക്കാരോട് ഫ്രണ്ട്സാക്കാൻ തോന്നുന്നു. അതായത് ചില കൺട്രീസ് നല്ലതാണ്, ചില കൺട്രീസ് നമ്മളെ ഫ്രണ്ട്സാണെന്നുള്ള രീതിക്ക് സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഐഡിയലിസമാണ് അല്ലെങ്കിൽ ഐഡിയോളജീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ശരി എന്നുള്ള രീതിക്ക്. അപ്പോൾ പോയറ്റും അത് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു xenophobia എന്നുള്ള കൺസെപ്റ്റ്, ബാക്കിയുള്ള മതസ്ഥരക്ക് മോശം എന്നുള്ള രീതിക്കൊക്കെ. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ബോംബിടണം. അതേപോലെ തന്നെ എനിക്ക് കുർദിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം പോലും അറിയില്ല. ഇവിടെ പോയിട്ടിൻ്റെ ഒരു ഇഗ്നോറൻസ് ആണ്. ഇവിടെ തെറ്റായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള ട്രൂത്ത് പോയിട്ട് മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ വയലൻസിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യണം, വാറിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യണം, ഒരു ജനറലൈസ് ചെയ്യുന്ന പോലെ. അടുത്ത നോക്കുകയാണെങ്കിൽ യു ക്യാൻ ബി my ally for a while until I come to bomb your child. And I'm sure that there is a continent called the Middle East, and I think I can bomb my way to peace. I've been listening to the wrong radio station. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കൺട്രീസൊക്കെ പറയും, നിങ്ങളെ കൺട്രീസിലുള്ള കുട്ടികളെ ബോംബിടുന്നതിൻ്റെ മുമ്പ് വരെ, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രീസ് ബോംബിടുന്നതിന് മുമ്പ് വരെ നമുക്കൊരു ഫ്രണ്ട്സായിട്ട് നിൽക്കുക എന്നുള്ള രീതിക്ക്. അതായത് ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കാണിക്കില്ലേ, ഒരു ഫേക്ക് ഫ്രണ്ട്സ് പോലെ. ഇപ്പോൾ നമ്മളോട് ഇപ്പം സപ്പോർട്ട് ചെയ്ത്, അത് ഇന്ത്യനോട് സപ്പോർട്ട് ചെയ്ത് അമേരിക്ക നിൽക്കും എന്നൊക്കെ രീതിക്ക്. ചിലപ്പോൾ നമുക്ക് അമേരിക്കനെ ചിലപ്പോൾ നമുക്ക് പണി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മളെതിരായിട്ട് ബോംബ് ചെയ്യായിരിക്കും. പക്ഷേ ആദ്യം ഭയങ്കര ഫേക്ക് ഫ്രണ്ട്സ് പോലെ ഇവരിങ്ങനെ കാണിക്കും. അതേപോലെ പോയിട്ട് ഇവിടെ പറയാണ്, യു ക്യാൻ ബി മൈ അലൈ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സൗഹൃദം കാണിക്കാം. ഫോർ എ വൈൽ അണ്ടിൽ ഐ കെയിം ടു ബോംബ് യുവർ ചൈൽഡ്. അതായത് ഞാൻ നിങ്ങളെ കൺട്രീസിൽ ബോംബിടുന്നവരെ നമുക്കൊരു ഫ്രണ്ട്സായിട്ട് നിൽക്കാം, അതായത് ഒരു ഫേക്ക് ഫ്രണ്ട്സ് പോലെ നിൽക്കുക എന്നുള്ള രീതിക്ക്. ആൻഡ് ഐ എം ഷുവർ ദർ ഇസ് എ കോണ്ടിനെന്റ് കോൾഡ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ് അല്ല, ഒരു കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് അത്രയും ഇഗ്നോറൻസ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളാണ് ഇത്രയും കാലം കൺസ്യൂം ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ബോംബ് മൈ വേ ടു പീസ്. അതായത് പോയിട്ടിനെ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പോയിട്ടിനെ ഇവിടെ മീഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഓറൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പീസ് അവസാനം വരും എന്നുള്ള രീതിക്ക്. പക്ഷേ ഈ വോറും കാര്യങ്ങളൊക്കെ അവസാനം പീസല്ല ഉണ്ടാക്കുന്നത്, ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് ഉള്ള കാര്യം പോയിട്ടിന് ഇവിടെ ആദ്യം മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഐ ബിൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്നതുകൊണ്ടാണ്, അത് ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. അതായത് ഈ മീഡിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിസ്കൺസെപ്ഷനൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ബിൻ ലിസണിങ് ടു ദ റോങ് jams, I've been listening to the wrong beat, I've been listening to the wrong radio station, I've been listening to the wrong tune of the wrong zones, I've been listening to the wrong radio station, I've been listening to the wrong voices, I've made such mad choices. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജാംസും ബീറ്റ് എന്നൊക്കെ പറയുന്നത് റോങ് ജാംസ് റോങ് ബീറ്റ് എന്നൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ്സിൻ്റെ ആ ഒരു ഇതാണ്, ഒരു ടേംസൊക്കെയാണ് ജാംസും ബീറ്റ് എന്നൊക്കെ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേൾക്കുന്ന കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ റോങ് ടോൺസ് ഓഫ് ദ റോങ് സോൺസ്, അതായത് തെറ്റായ കാര്യങ്ങളാണ് ചില സ്ഥലത്തു നിന്ന് കേൾക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ പറയാണ് ഒരു കൺട്രീസ്, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു ആൻഡമാൻ നിക്കോബാറിൽ അവിടെ മൊത്തം ആയിട്ട് ഫുള്ള് കാനിബൽസ് ആണ്, മനുഷ്യന്മാരെ തിന്നുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മീഡിയ. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് വിശ്വസിക്കാൻ തുടങ്ങും, നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞ് പഠിപ്പിക്കാനും തുടങ്ങും. പക്ഷേ നമ്മളത് ചിലപ്പോൾ അവിടെ പോയി തുടങ്ങിക്കഴിഞ്ഞാലായിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടുത്തെ നല്ല ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. ഈ മീഡിയയൊക്കെ നമ്മൾ തെറ്റായ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. അതാണ് ഇവിടെ റോങ് ടോൺസ് ഓഫ് ദ റോങ് സോൺസ് എന്ന് പറയുന്നത് പല സ്ഥലത്തുള്ള റോങ് ടോൺസ് തെറ്റായ ഇൻഫോർമേഷനാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അതേപോലെ തന്നെ ഐ ബിൻ ലിസണിങ് ടു ദ റോങ് വോയിസസ്, തെറ്റായ വോയിസാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, തെറ്റായ കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായ, നമ്മൾ ആക്ച്വൽ ട്രൂത്ത് അല്ല നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഐ മെയ്ഡ് സച്ച് മാഡ് ചോയ്സസ്, ഇതൊക്കെ കൊണ്ട് ഞാൻ ചെയ്ത ചോയ്സസ് അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടെ റിയലൈസ് ചെയ്യണം, ഒരു അവെയർനെസ് വരെയാണ് അവസാനം.
അടുത്ത നോക്കുകയാണെങ്കിൽ ഐ ബീൻ ലിസണിങ് ടു സ്പൈസ്, ഐ ബീൻ ലിസണിങ് ടു ലൈസ്, ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ. സ്പൈസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കൺട്രീസിൻ്റെ മേ ഓൾസോ റിപ്രസെൻറ്റ് ഹിഡൻ അജണ്ടാസ് ബിഹൈൻഡ് സീമിംഗ്ലി ഇന്നസെൻറ്റ് ബ്രോഡ്കാസ്റ്റ്. അതായത് സ്പൈസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ ആയിട്ടുള്ള അജണ്ട ആയിരിക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൺട്രീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളെ കൺട്രീസിലൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ ഉള്ളിൽ കുറച്ച് ആൾക്കാരെ തന്നെ തെറ്റായ മിസ്ഇൻഫോർമേഷനൊക്കെ തരും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളൊക്കെ അത് നമ്മളെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ലേ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നീട് ഐ ബീൻ ലിസണിങ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ, ആ ലൈൻസ് റിപ്പീറ്റ് ആയിട്ട് വരാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഐ നീഡ് ടു നോ വാട്ട് സം ഓഫ് സ്റ്റാർ സംവർ was having for breakfast. I need to know that I was no longer working class. I need to know if the stock market rose 1%. I need to know that I had a ruler to give me confidence. I need to know that my life would improve lots if I had an operation on my nose. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൺസ്യൂമർ കൾച്ചറും അതേപോലെ തന്നെ ട്രെൻഡിനൊപ്പം നീങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രൂത്ത് അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ അറിയുന്നതിന് പകരം ആൾക്കാർക്ക് കൂടുതൽ അറിയുന്നത് എന്താ, ഈ ഒരു പോപ്പ് സ്റ്റാർ അല്ലെങ്കിൽ ഇങ്ങനെ നടന്മാരൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, അതൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്, അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ കൂടുതലായിട്ട് അറിയേണ്ടത്. അതേപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ മേലെയാണ് ഞാനെന്നുള്ള ആ ഒരു കാര്യം കൂടി പോയിട്ടിന് കുറേ ആൾക്കാർക്ക് അറിയേണ്ടത്. കാരണം വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാസ് ഡിവിഷനൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ്നെസ് വരാണ്. ആൾക്കാരുടെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ ക്ലാസ് ആണ്, അപ്പർ ക്ലാസ് ആണ് എന്നുള്ള രീതിക്കൊക്കെ ഒരു ക്ലാസ് ഡിവിഷൻ ആൾക്കാരുടെ ഇടയിലേക്ക് വരികയാണ്. ഈ ഒരു മീഡിയ അതിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിൽ സ്റ്റോക്ക് മാർക്കറ്റ് 1% ഇൻക്രീസ് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ട് അതൊരു ആൾക്കാരുടെ ഇടയിൽ വരാം, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ വരിക, അല്ലെങ്കിൽ പോയിറ്റിൻ്റെ ഇതിൽ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തന്നെ വാല്യൂസൊക്കെ ട്രൂത്തൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. പോയിറ്റും ഇവിടെ അതേപോലെയാണ് ചെയ്തിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഐ നീഡ് ടു നോ ദാറ്റ് ഐ ഹാഡ് എ റൂളർ ടു ഗിവ് മീ കോൺഫിഡൻസ്. അതായത് ഞങ്ങളെ റൂളറൊക്കെ നല്ല ഭരിക്കുന്ന ആളായിരിക്കണം എന്നുള്ള രീതിക്കും. അതേപോലെ തന്നെ if I need to know that my life would improve lots if I had an operation on my nose. അതായത് ഓപ്പറേഷൻ ഓൺ മൈ നോസ് എന്ന് പറയുമ്പോൾ ഇപ്പം കാണുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണും മറ്റേ ഇതും അല്ലെങ്കിൽ സ്കിൻ ടൈറ്റനിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഭംഗി വെക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് വരും എന്നുള്ള രീതിക്ക്. അതൊക്കെ കൊമേഴ്ഷ്യൽസ് ആണ്, അല്ലെങ്കിൽ ആഡ്സ് ആണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു കൺസ്യൂമർ കൾച്ചറിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു സെറ്റയർ ആയിട്ടുള്ള കാണിക്കുന്നത്, അതേപോലെ തന്നെ കൺസ്യൂമർ കൾച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ നീഡ് ടു ഹിയർ ദ DJ സേ good morning, I thought he was there just for me. I love the way that he would say this show was sponsored by oh my he made me cry, I've been listening to the wrong radio station. അതായത് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ DJ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോടായിട്ട് മാത്രം പറയുന്ന പോലെ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ChatGPT ഒക്കെ നോക്കാം. ChatGPT നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രണ്ടായിട്ട് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ഫ്രണ്ടായിട്ട് പോലെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ആരങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ChatGPT അതേപോലെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ ഐ തോട്ട് ഹി വാസ് ദർ ജസ്റ്റ് ഫോർ മീ, എനിക്ക് മാത്രമായിട്ടുള്ള പോലെ ആ ഒരു പോയിറ്റിന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, എല്ലാവരോടും അതേപോലെ തന്നെയാണ്, എല്ലാവരോടും അതേപോലെ തന്നെ ആ ഒരു രീതിക്കൊക്കെയാണ് കണ്ടിരുന്നത്. അതൊക്കെ ഒരു ഫേക്കാന്നുള്ള രീതിക്കൊക്കെയാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ആൻഡ് പോയിറ്റിൻ്റെ ഇഷ്ടമുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഷോ വാസ് സ്പോൺസർഡ് ബൈ, അതായത് നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കാണില്ലേ, അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണില്ലേ, അവിടെ സ്പോൺസേർഡ് ബൈ ഇങ്ങനത്തെ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, അതൊക്കെ പോയിറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ പോയിറ്റ് ഇവിടെ പറയാണ്. അതേപോലെ തന്നെ പോയിറ്റ് ഇവിടെ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ സ്റ്റേഷൻ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടാണ്, ഇതൊക്കെ ഒരു നോർമലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് പോയിറ്റ് ഇവിടെ പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിറ്റ് ഇവിടെ പറയുന്നത് ക്യാൻ യു ഡിക് ദിസ്, ഐ പുട്ട് മൈ സെൽഫ് ഓൺ എ ഹിറ്റ് ലിസ്റ്റ്, ഐ ബീൻ ലിസ്ണിംഗ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ, ഐ എം ലാഫിംഗ് ആൻഡ് ഐ എം ക്രൈങ് ആൻഡ് ഐ എം വാച്ചിങ് മൈ സെൽഫ്.
I've been listening to the wrong radio station. Listen to him, can you hear? Listen to her, can you hear? Listen to it, can you hear? Listen to me. Keep the frequency clear. Tune in, drop out. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എല്ലാവരോടും പറയാണ്, അല്ലെങ്കിൽ പോയിട്ട് എല്ലാവരോടും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ലിസൺ ടു ഹിം, ക്യാൻ യു ഹിയർ? ലിസൺ ടു ഹർ, ക്യാൻ യു ഹിയർ? ലിസൺ ടു ഇത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ദളിതായിട്ടുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അത്ര ഇതാവില്ല. പക്ഷേ നല്ല ഉന്നത മെയിനായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കൂടുതലായിട്ട് അത് അവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈടാനായിട്ടുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കേൾക്കണം, നമ്മൾ ട്രൂത്തിന് വേണ്ടി കേൾക്കണം, എല്ലാ സൈഡിൽ നിന്നും കേൾക്കണം, നമ്മൾ അവൻ പറയുന്നത് കേൾക്കണം, ഇവൻ പറയുന്നത് കേൾക്കണം, എല്ലാ ഭാഗത്തു നിന്നും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കീപ് ദിസ് ഫ്രീക്വൻസി ക്ലിയർ, ലിസൺ ടു മീ, കീപ് ദിസ് ഫ്രീക്വൻസി ക്ലിയർ. ഫ്രീക്വൻസി ക്ലിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കണം. കാരണം നമ്മുടെ മൈൻഡിലുള്ള ഫുള്ള് കച്ചറ മീഡിയം കാര്യങ്ങളൊക്കെ കുത്തി നിറയ്ക്കുന്നതിന് പകരം നമ്മൾ മൈൻഡ് ക്ലിയർ ആക്കി. കാരണം നമ്മുടെ മൈൻഡിൽ കേട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ കേൾക്കുന്ന എന്താണോ അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിന് പകരം അത് നന്നായിട്ട് കേൾക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ട്യൂൺ ഇൻ, ഡ്രോപ്പ് ഔട്ട്. ട്യൂൺ ഇൻ, ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഇപ്പം ബിക്കം അവെയർ ആൻഡ് അവേക്കൻ ടു ട്രൂത്ത്. അതായത് നമ്മൾ സത്യത്തോട് അവെയർ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സത്യം എപ്പോഴും എന്താണെന്നുള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഡിസ്കണക്ട് ഫ്രം ദ ടോക്സിക് സിസ്റ്റം. അതായത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങളാണെന്നുള്ള നമുക്ക് കാര്യം മനസ്സിലാക്കേണ്ട ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ള രീതിക്കും. അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ലൈനായിട്ടുള്ള ക്യാൻ യു ഡിഗ് ദിസ്, ഐ പുട്ട് മൈ സെൽഫ് ഓൺ എ ഹിറ്റ് ലിസ്റ്റ്. ഇതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് മൈ സെൽഫ് ഓൺ എ ലിസ്റ്റ് എന്ന് പറയുന്നത് speaker realizes that they have been mentally or emotionally destroying themselves by absorbing harmful messages. അതായത് തെറ്റായ മെസ്സേജസ് ഒക്കെ കേട്ടിട്ട് ഇതുവരെ പോയിട്ടിൻ്റെ മെൻ്റലി ആയിട്ടുള്ള ഇമോഷണലി ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് സ്വന്തമായിട്ട് മൈൻഡൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടെ പറയാണ്. ക്യാൻ യു ഡിഗ് ദിസ്, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഐ ബീൻ ലിസ്ണിംഗ് ടു റോങ് റേഡിയോ സ്റ്റേഷൻ, അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഐ എം ലാഫിങ് ആൻഡ് ഐ എം ക്രൈങ് ആൻഡ് ഐ എം വാച്ചിങ് മൈ സെൽഫ് ഡൈങ്. അതായത് പോയിട്ട് ഇവിടെ ഒരു ഇമോഷണൽ ടെർമോയിലാണ് പോകുന്നത്, ഒരു റോളർ കോസ്റ്റർ പോലെ, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മെൻ്റലി ഡിറ്റീറോറേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവുകയാണെന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പോയിട്ടിൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലും ഒരു സെൽഫ് ഹെയ്റ്റ് സ്റ്റേറ്റിലൊക്കെ എത്തിയിട്ട് നിൽക്കുകയാണ്. ഇത് മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളോട് പറയും ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറയും കാലാട്ടരുത്, കാലാട്ടി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കടം പിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളത് അന്നത്തെ ടൈമിൽ നമ്മൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിക്ക്. പക്ഷേ നമ്മൾ വലുതായി കഴിഞ്ഞാൽ പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരെയായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഉള്ളിലൊരു പേടി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പം വരുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കടം വരുമോ എന്നുള്ള രീതിക്ക്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ അതൊരു ഇതായിട്ട് മാറി, നമ്മുടെ മൈൻഡിൽ അതൊരു സ്റ്റോർ ചെയ്ത പോലെ വെച്ചതായിട്ട് മാറി. അതായത് നമ്മുടെ മൈൻഡിൽ ഇത്രയും കാലം മിസ്ഇൻഫോർമേഷൻ, നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാണ്ട് നമ്മളെ കാര്യങ്ങൾ തെറ്റായ ഇൻഫോർമേഷൻ കുറേ കൺസ്യൂം ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പോയിട്ട് മെയിനായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഓൾ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.